ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴാട്ട് ഇവരെ മാമോദീസ നടത്തിയത്. മൂത്താളുടെ പേര് അദ്നയിലെന്നും ഇളയാളുടെ പേര് അദിയിലെന്നാണ് കേട്ടോ. ചേട്ടൻ അനിയെന്നൊന്നുമില്ല, രണ്ടുപേരും തമ്മിൽ 3 മിനിറ്റിന് വ്യത്യാസമുള്ളൂ കേട്ടോ. വെറൈറ്റി പേരാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ വായ കൊള്ളാൻ പറ്റാത്ത പേരായതുകൊണ്ട് മൂത്താളെ നന്നൂസെന്നും ഇളയാളെ അദൂസ് എന്നായിട്ട് വിളിക്കണത്. ഇവരുടെ ചേച്ചിപ്പണിൻ്റെ പേര് റേസ എന്നാണ് കേട്ടോ. പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂമാണ് ഇത്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവരെത്രത്തോളം അഡ്ജസ്റ്റബിൾ ആവുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണതും പുറത്തോട്ട് ഇറങ്ങണതൊക്കെ. അതുകൊണ്ട് ഇവർ സഹകരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒരു പ്രെയർ സോങ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറിയത്. അത് കഴിഞ്ഞ് ജസ്റ്റ് പേര് റിവീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളുടെ മൂത്ത മക്കൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്താണ്. അവർ പെട്ടെന്ന് പഠിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. എങ്കിലും നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ ചെയ്തു. എന്നാലും അടിപൊളിയായിട്ട് കളിച്ചിട്ട് സൂപ്പറായിരുന്നേ. ഇത് എൻ്റെ ചേട്ടൻ്റെ അനിയന്മാരുടെ വൈഫാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെയും ചെറിയൊരു ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതും 2 ആഴ്ച കൊണ്ട് തന്നെ പഠിച്ചെടുത്താണ്. അതിൻ്റേതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പ്രോഗ്രാമല്ലേ, എന്തെങ്കിലും കളിക്കാം, എന്തെങ്കിലും അടിച്ചു പൊളിക്കാം എന്നൊക്കെ ഓർത്ത് പരിപാടി നല്ല ഗ്രാൻഡായിട്ട് സൂപ്പറായിട്ട് നടത്തിയിട്ടോ. പിന്നെ ചേട്ടൻ്റെ വകയായിട്ടും ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വകയായിട്ടൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് വന്നപ്പോഴേക്കും പരിപാടി നല്ല സൂപ്പറായി. അത് കഴിഞ്ഞ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് പിരിഞ്ഞു. ഓക്കെ.